അപ്പോൾ യാത്രയിലൊരു ടീമുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഈജിപ്തിൽ നിന്ന് വരികയാണ്. ആ വരുന്ന സമയത്ത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്ക് വരുന്നത് നല്ല മഴക്കാലമാണ്. മഴക്കാലമായപ്പോൾ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത്. കുറേ നേരം ശ്രമിച്ചിട്ട് നടക്കാത്തതുകൊണ്ട് അവർ നേരെ കൊച്ചി ഇറക്കിയിട്ട് അവർ അനൗൺസ് ചെയ്ത് നമ്മളിപ്പോൾ കൊച്ചിയിലാണ് എത്തിയിട്ടുള്ളത്, അവിടെ എല്ലാവരും ഇറങ്ങാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് തുടർന്ന് നമ്മളെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കോഴിക്കോട്ടേക്കാണ്. ഒരാളും ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങരുത്, നമ്മളെ കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സീറ്റിലിരിക്കാന്ന് പറഞ്ഞു. എല്ലാവരും അതേപോലെ അനുസരിച്ച് സീറ്റിലിരുന്നു. ഇരുന്ന ഉടനെ തന്നെ അവർ എന്നിട്ട് ചോദിച്ചു എന്താണ് ആരും ഇറങ്ങാത്തതെന്ന് തന്നെ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തുള്ള കോഴിക്കോട്ടേക്കാണ്, കോഴിക്കോട്ടേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള സാധ്യതകൾ പറയുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടാക്സി അറേഞ്ച് തരണം. ഇത് രണ്ടും പറഞ്ഞപ്പോഴാണ് അവരെന്താ വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തത്തിന് ഉറച്ചു നിന്നിട്ട് നിന്നു. അങ്ങനെ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന അനൗൺസ്മെന്റ് ക്യാപ്റ്റൻ നടത്തി. അങ്ങനെ നേരെ 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടെത്തി, കോഴിക്കോട് ഇറങ്ങി. ഇത് യാത്രയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് എടുത്തിട്ടുള്ളത് അവിടേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഓരോ എയർലൈനുകൾക്കുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാശ് വെറുതെ കളയും. നമ്മൾ ആദ്യമേ പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സംഭവിക്കുക ബാംഗ്ലൂരിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. ബാംഗ്ലൂരൊക്കെ പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറയാൻ സാർ കൊച്ചി നമുക്ക് ഓക്കെയാണ്, പക്ഷെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് ശ്രദ്ധിച്ച് യാത്രക്കാരൻ്റെ അവകാശങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടെങ്കിൽ ഇതെല്ലാം ചോദിച്ച് വായിക്കാൻ പറ്റും.